ഗൈസ്, ഏതെങ്കിലും ഒരു കല്യാണ ചെക്കനോ കല്യാണ പെണ്ണോ കല്യാണത്തിന്റെ തലേന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം കല്യാണത്തിന്റെ അന്നോ എനിക്ക് പനിയാടോ, എനിക്ക് ഹാളിലേക്ക് വരാൻ പറ്റുന്നില്ല, ഞാൻ അസുഖം ബാധിച്ചിരിക്കുകയാണ്, ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കല്യാണ ചെക്കനോ കല്യാണ പെണ്ണോ പനിയായിട്ട് കിടന്നിട്ടുണ്ടാവില്ല. കാരണം എന്താണ്? പനി ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റിലല്ല അവരിയ്ക്കുന്നത്. അവരുടെ ഫുൾ ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കല്യാണത്തിലാണ്, കല്യാണ പരിപാടികളിലാണ്. അടിച്ചു പൊളിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ കല്യാണം നടത്തണം, ആ ഒരു ചിന്തയിലാണ്. സോ ഇതുപോലെ ആയിരിക്കണം നമ്മളെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. കല്യാണത്തിൻ്റെ മൈൻഡ് സെറ്റ് അല്ല, നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന അസുഖം വിളിച്ചു വരുത്തുന്ന പല ആളുകളുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമ്മളെ മൈൻഡ് സെറ്റ് പോകാൻ പാടില്ല. നമ്മളുടെ മൈൻഡ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ അത്രയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിൽ ഒരു അസുഖവും നമ്മളിലേക്ക് വരില്ല. സോ അത്തരം ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അല്ലാതെ തൊട്ടേനും പിടിച്ചതിനൊക്കെ നമ്മൾ നെഗറ്റീവ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ പല അസുഖങ്ങളും നമുക്ക് വരും, പല അലർജീസും നമുക്ക് വരും. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി, സ്ട്രോങ് മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. സോ അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.